നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 28-ന് അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ക്ഷണിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ നരേന്ദ്രമോദി പങ്കെടുത്തേക്കില്ല, പകരം ഉപരാഷ്ട്രപതിയെ അയച്ചേക്കുമെന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊന്നും തന്നെ വന്നിട്ടില്ല. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നത്. ഡൽഹിയിലെ ഇറാൻ എംബസി വഴി ചൊവ്വാഴ്ചയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന് ഔദ്യോഗിക ക്ഷണം ലഭിച്ചത്. ജൂലൈ 4-ന് ടെഹ്റാനിൽ ആരംഭിക്കുന്ന സംസ്കാര ചടങ്ങുകൾ ജൂലൈ 9-ന് ഖമേനിയുടെ ജന്മനാടായ മഷാദിലാണ് അവസാനിക്കുന്നത്. ഖമേനി കൊല്ലപ്പെട്ട് 106-ാം ദിവസമാണ് സംസ്കാര ചടങ്ങുകൾ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനി മാർച്ച് 8-ന് പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. അദ്ദേഹത്തെ തെരഞ്ഞെടുത്തെങ്കിലും ഇതുവരെയായിട്ടും ഒരു പൊതുമധ്യത്തിൽ അദ്ദേഹം ഇതുവരെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അന്ന് ഫെബ്രുവരി 28-ന് അയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യം വെച്ച് ആക്രമണം നടക്കുമ്പോൾ അതേ സ്ഥലത്ത് മുജ്തബ ഖമേനിയും ഉണ്ടായിരുന്നു. മുജ്തബ ഖമേനി വളരെ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാര്യമായി പരിക്കുകൾ പറ്റിയിട്ടില്ല എന്നൊക്കെ പല അഭ്യൂഹങ്ങളും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു വേള കൂടിയാണ്. ഏതായാലും സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി രാജ്യത്തുടനീളം 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിലാപയാത്രയാണ് സംഘടിപ്പിക്കുന്നത്. 86-കാരനായ ഖമേനിയുടെ സംസ്കാരം മാർച്ചിൽ നടത്താനാണ് ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ യുദ്ധം നീണ്ടുപോയതിനാൽ മാറ്റിവെക്കുകയായിരുന്നു. സംസ്കാര ചടങ്ങുകൾക്കിടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലാണ് സംസ്കാരം നീട്ടിവെക്കാൻ കാരണം. മോദിക്ക് പുറമെ ചൈന, റഷ്യ, ഖത്തർ, ഫ്രാൻസ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ലോക നേതാക്കൾക്കും ചടങ്ങിൽ ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ചടങ്ങിൽ മോദി പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. പകരം ഉപരാഷ്ട്രപതി പങ്കെടുക്കാനാണ് സാധ്യത. നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളും അമേരിക്കയുമായുള്ള പുതിയ വ്യാപാര കരാറുകളും മുൻനിർത്തി നരേന്ദ്രമോദി ഈ യാത്രയിൽ നിന്ന് തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുകയാണ് എന്നാണ് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. ഗൾഫ് രാജ്യങ്ങളെ പിണക്കുന്ന നിലപാട് കൈക്കൊള്ളാൻ ഇന്ത്യ തയ്യാറല്ല. അതുകൊണ്ടാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കുമെന്ന് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞത്. മോദിക്ക് പുറമെയാണ് ഈ പറയുന്ന ചൈന, റഷ്യ, ഖത്തർ, ഫ്രാൻസ് തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങളിലെ ഭരണതലവന്മാർക്കും ഇറാൻ കത്തയച്ചിരിക്കുന്നത്. റഷ്യയും ചൈനയും തങ്ങളുടെ ഉയർന്ന പ്രതിനിധികളെ അയക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രി പോകുമോ എന്ന കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം കടുത്ത മൗനത്തിലാണ്. അമേരിക്കയുമായി ഒപ്പുവെച്ച പുതിയ വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിലേക്ക് മോദി നേരിട്ട് പോകുന്നത് വാഷിംഗ്ടണിനെ ചൊടിപ്പിച്ചേക്കാം എന്ന വിലയിരുത്തൽ ഡൽഹിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിക്ക് പകരം ഉപരാഷ്ട്രപതിയെ അയച്ച് നയതന്ത്ര മര്യാദ നിലനിർത്താൻ ഇന്ത്യ കരുക്കൾ നീക്കുന്നത്. 2016 മെയ് മാസത്തിലാണ് മോദി അവസാനമായി ഇറാൻ സന്ദർശിച്ചത്. അന്ന് അദ്ദേഹം ഖമേനിയെയും അന്നത്തെ ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയെയും സന്ദർശിച്ച് ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിനുള്ള ത്രികക്ഷി കരാറിൽ ഒപ്പുവെച്ചു. 2 വർഷത്തിനു ശേഷം 2018 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം ഹസൻ റുഹാനി ഇന്ത്യയിലെത്തി ഡൽഹിയും ഹൈദരാബാദും സന്ദർശിച്ചിരുന്നു. 2024 ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിലാണ് മോദിയും നിലവിലെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും അവസാനമായി കൂടിക്കാഴ്ച നടത്തിയത്. ആ സമയം മോദി പെസഷ്കിയാൻ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. ടെഹ്റാനിലെ വിലാപയാത്രയ്ക്കും ചടങ്ങുകൾക്കും ശേഷം ഭൗതിക ശരീരം ഗോമിലേക്കും തുടർന്ന് മഷഹദിലേക്കും വിലാപയാത്രയ്ക്കായി കൊണ്ടുപോകും. ഈ നഗരങ്ങളിലും സമാനമായ രീതിയിൽ വിടവാങ്ങൽ ചടങ്ങുകൾ സംഘടിപ്പിക്കും. തുടർന്ന് ഉന്നത അധികാരികളുടെ തീരുമാനപ്രകാരം വടക്കു കിഴക്കൻ നഗരമായ മഷഹദിലെ ഇമാം റിദ പള്ളിയിലായിരിക്കും അദ്ദേഹത്തിന് അന്തിമ വിശ്രമം നൽകുക. മഷഹദ് നഗരത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൂടി പരിഗണിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് ഇറാൻ ഭരണകൂടം കണക്കുകൂട്ടുന്നത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, കശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വലിയൊരു ഒഴുക്കാണ് പ്രതീക്ഷിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനും മറ്റുമായി ഖുറാസാൻ റസാവി പ്രവിശ്യയിലെ ആസ്ഥാൻ ഖുദ്സ് റസാവി ഓർഗനൈസേഷനും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സും സംയുക്തമായി തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങളും സംസ്കാര ചടങ്ങുകൾക്കായുള്ള പ്രത്യേക ക്രമീകരണങ്ങളും ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട്. 1979 ഇറാന്റെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ അയത്തുള്ള റൂഹുള്ള ഖമേനിയുടെ പിൻഗാമിയായി
1989-ലാണ് അയത്തുള്ള അലി ഖമേനി ഇറാന്റെ പരമോന്നത നേതാവായി എത്തുന്നത്. ഇറാൻ ഭരണകൂടത്തിലും സൈന്യത്തിലും ജുഡീഷ്യറിയിലും പരമോന്നത അധികാരമുള്ള ഖമേനി രാജ്യത്തിന്റെ ആത്മീയ നേതാവുമായിരുന്നു. 2026 ഫെബ്രുവരി 28-നാണ് ഏറ്റവും കൂടുതൽ കാലം ഇറാന്റെ പരമോന്നത നേതാവ് എന്ന പദവി അലങ്കരിച്ച അയത്തുള്ള അലി ഖമേനി US-ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. എന്നാൽ നാളിതുവരെയായിട്ടും ഖമേനിയുടെ സംസ്കാരം നടത്താൻ ഇറാൻ ഭരണകൂടം തയ്യാറായിട്ടില്ല. ഇതിന് കാരണം തുടരുന്ന ഇസ്രായേൽ ആക്രമണങ്ങളാണ്. ഏപ്രിൽ മാസം സംസ്കാരം നടത്താൻ ആലോചന ഉണ്ടായിരുന്നെങ്കിലും ആക്രമണം തുടരുന്നതിനാൽ ചടങ്ങ് മാറ്റിവെച്ചു. മാർച്ച് മാസത്തിൽ തീരുമാനിച്ച സംസ്കാര ചടങ്ങും മാറ്റിവെച്ചു. മാസങ്ങൾ നീണ്ട ആക്രമണങ്ങളിൽ അയവുണ്ടായതോടെയാണ് 2026 ജൂലൈയിൽ ഖമേനിയുടെ സംസ്കാരം നടത്താനുള്ള തീരുമാനത്തിലേക്ക് ഇറാൻ ഭരണകൂടം എത്തിയത്. സംസ്കാര ചടങ്ങ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വലിയ ചടങ്ങായി നടത്താനുള്ള തയ്യാറെടുപ്പാണ് ഇറാൻ നടത്തുന്നത്. സംസ്കാരം വൈകുന്നത് ഖമേനിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ പൂർണ്ണമായി ലഭിക്കാത്തതിനാലാണെന്ന ഊഹാപോഹങ്ങൾ ശക്തമാണ്. ചില മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ആഴ്ചകൾ വേണ്ടി വന്നതും DNA പരിശോധന ആവശ്യമായി വന്നതുമാണ് ഇത്തരമൊരു സംശയങ്ങൾക്ക് കാരണമായത്. എന്നാൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കണ്ണുകൾ വെട്ടിച്ച് ഖമേനിയുടെ മൃതദേഹം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് അതീവ രഹസ്യമായി തുടരുകയാണ്. മൃതദേഹം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ഇറാനിയൻ അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല. മൃതദേഹം കണ്ടെടുത്തുവെങ്കിലും ഇസ്രായേൽ ആക്രമണം ഭയന്ന് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഖമേനിയുടെ മൃതദേഹം തലസ്ഥാന നഗരമായ ടെഹ്റാനിലെ അതീവ സുരക്ഷയുള്ള സൈനിക താവളത്തിലോ വലിയ പ്രാർത്ഥനാ മൈതാനത്തോ ആകാം സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. മൃതദേഹം ടെഹ്റാനിൽ തന്നെ ഉണ്ടെന്നാണ് ഏറെക്കുറെ സ്ഥിരീകരിക്കാവുന്ന വിവരം. ശക്തമായ സുരക്ഷയുള്ള ബങ്കറുകളിൽ തന്നെയാകും മൃതദേഹം സൂക്ഷിച്ചിരിക്കുക. സുരക്ഷാ കാരണങ്ങളാൽ മൃതദേഹം ഔദ്യോഗിക ചടങ്ങുകളുടെ തയ്യാറെടുപ്പുകളുമായി പൂർണ്ണമായും സൈനിക സുരക്ഷയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നാണ് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികളും നൽകുന്ന സൂചന. മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ചുരുക്കം ആളുകൾക്ക് മാത്രമേ അറിയൂ. ഇസ്രായേൽ ചാരന്മാരുടെ സാന്നിധ്യം ഭയക്കുന്നതിനാൽ ഇവിടേക്ക് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ പോലും എത്തുന്നില്ല. സംസ്കാരത്തിന്റെ തീയതിയും സമയം പുറത്തുവിട്ട ശേഷം മാത്രമാകും മൃതദേഹം പുറത്തെടുക്കുക. ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ജൂലൈ 6-ന് ആരംഭിച്ച് ജൂലൈ 9-ന് മഷാദിലെ ഇമാം റസ പള്ളിയിൽ അവസാനിക്കുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഉദ്ധരിച്ചാണ് ഏതാനും മാധ്യമങ്ങൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഖമേനിയുടെ മൃതദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള ചടങ്ങാണ് ജൂലൈ മാസത്തിൽ തുടക്കത്തിൽ തന്നെ ടെഹ്റാനിൽ ആരംഭിക്കുന്നത്. ജൂലൈ 7-ന് സംസ്കാര ചടങ്ങിന്റെ ഭാഗമായി ഘോഷയാത്ര നടക്കും. ജൂലൈ 8-നാണ് നജാഫ്, കർബല നഗരങ്ങളിൽ പ്രത്യേക ശവസംസ്കാര ഘോഷയാത്ര നടത്തുമെന്ന് വക്താവ് പറഞ്ഞിരിക്കുന്നത്. ഈ ചടങ്ങുകളുടെ സമയവും വിശദാംശങ്ങളും ഇറാഖ് ഭരണകൂടം വൈകാതെ പ്രഖ്യാപിക്കുമെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. ജൂലൈ 9 വ്യാഴാഴ്ചയായിരിക്കും സംസ്കാരം നടക്കുക. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം കൂടി ഇറാൻ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് വരാനുണ്ട്. വലിയ സുരക്ഷ തന്നെയാണ് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് ഇറാനിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പല രാജ്യത്തു നിന്നുള്ള ഉന്നത പ്രതിനിധികളെ അടക്കം ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇസ്രായേലിൽ നിന്നുള്ള ആക്രമണം ഭയന്ന് സുരക്ഷിതമായ മഷാദ് നഗരത്തെയാണ് ഖമേനിയുടെ അന്ത്യവിശ്രമ സ്ഥലമായി നിലവിൽ അധികൃതർ പരിഗണിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഖമേനിയുടെ ജന്മനാട് കൂടിയാണ് ഇറാന്റെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള മഷാദ് നഗരം.